വിദ്യാഭ്യാസമില്ലാതെ വെറുതെ കൊടിയും പിടിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. സഖാക്കന്മാർക്കൊക്കെ അധികാരം കയ്യിൽ നിന്ന് പോയതോടെ നട്ടപ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. എവിടെ എങ്ങനെ പറയണമെന്ന് ഒന്നിനും അറിയില്ല. 10 വർഷം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതുപോലെ ഈ 11ാമത്തെ വർഷവും എളുപ്പത്തിൽ അധികാരം കയ്യിലിരിക്കുമെന്ന് കരുതിയിട്ട് നല്ല പണിയാണ് ഈ സഖാക്കൾക്കൊക്കെ കിട്ടിയത്. പണ്ടേ നാവിന് എല്ലില്ലാത്ത മണിക്ക്, അതായത് നമ്മുടെ MM മണിക്ക് അധികാരം കൂടി കയ്യിൽ നിന്ന് പോയതോടെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്നായിട്ടുണ്ട്. ഇപ്പോൾ നടു റോഡിൽ ചെന്ന് നിന്ന് 100 കണക്കിന് ആൾക്കാരെ സാക്ഷിയാക്കി പട്ടാപ്പകൽ വിളിച്ചു പറയുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊല്ലുമെന്നും തിന്നുമെന്നും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയും അധിക്ഷേപവുമായി CPM നേതാവ് MM മണിയാണ് രംഗത്ത് വന്നേക്കുന്നത്. CPM നഗരംപാറ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് MM മണിയുടെ ഈ വിവാദ പ്രസ്താവന ഉണ്ടായത്. കഞ്ഞിക്കുഴി മേഖലയിൽ വനംവകുപ്പ് നടത്തുന്ന കുടിയിറക്കൽ നീക്കങ്ങൾക്കെതിരെയായിരുന്നു മണിയുടെ പ്രസംഗം. മര്യാദകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാമെന്നും അത്തരക്കാർക്ക് വഴിയെ നടക്കാൻ കഴിയില്ല എന്നും മണി വെല്ലുവിളിച്ചു. അല്ല, മണി ആരാ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഗുണ്ടയോ? പിണറായി പിടിച്ച് മന്ത്രിയാക്കിയപ്പോൾ ഈ വായിൽ നിന്ന് വന്ന നെറികേടും തെറിയും കേരളത്തിലെ ജനങ്ങൾ സഹിച്ചു എന്ന് കരുതി മണി കേരളത്തിലെ ജനങ്ങൾക്ക് ആരുമല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായി നേരിട്ട് തെളിയിച്ച് അതിനെതിരെ വീറും വാശിയും കാണിക്കണം. അല്ലാതെ പൊതുമധ്യത്തിൽ ചെന്ന് അയാളെ ഒരു ഖദറിട്ടതിൻ്റെ ബലത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന മണിയുടെ വാക്കുകളെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ആനപ്പിണ്ടത്തെ പേടിക്കുന്നത്. ഇങ്ങനൊരു ചൊല്ലുള്ളത് മണിക്ക് അറിയാമോ എന്നറിയില്ല. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ എന്ന് നിങ്ങൾ വാഴ്ത്തിപ്പാടിയ മനുഷ്യനെ പോലും കേരളത്തിലെ നായ്ക്കും പൂച്ചയ്ക്കും പോലും വിലയില്ലാതായി. കടക്കപ്പുറത്തെന്ന് പറഞ്ഞ പിണറായി, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പിണറായി, കടക്കപ്പുറത്ത് വീട്ടിൽ പോയി ഇരിക്കെന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് കിരീടവും ചെങ്കോലും തിരികെ ഊരി വെപ്പിച്ച് പറഞ്ഞു വിടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ മണിക്ക് അടിക്കുന്ന മണിയുടെ വില പോലും കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. മര്യാദകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന കാര്യം ഓർക്കണം. ഞങ്ങൾ വീട്ടിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞല്ല പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നതെന്നാണ് മണി പറയുന്നത്. താമസിക്കുന്ന സ്ഥലം 150 വർഷം മുൻപ് വനമായിരുന്നു എന്ന് പറയുന്ന വാദങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. കൃഷിക്കാർ കൃഷി ചെയ്യുന്നിടത്തോ പുഴയോരത്തോ താമസിക്കുന്നിടത്തോ ഉദ്യോഗസ്ഥർ പിടിച്ചു കയറാൻ വന്നാൽ അവിടെ വെച്ച് നേരിടേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ നിയമം മണ്ണാങ്കട്ട എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാവില്ലത്രേ. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നും മണിയാശാൻ വെല്ലുവിളിക്കുന്നുണ്ട്. VD സതീശൻ തിരുവനന്തപുരത്ത് ഇരുന്നാൽ മതിയെന്നും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും മണി പറഞ്ഞു വെച്ചു. ഞങ്ങളെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. മാധ്യമങ്ങൾ ചുറ്റുമുള്ളതുണ്ട്, അതിനപ്പുറം കാര്യങ്ങൾ കടത്തി പറയുന്നില്ലത്രേ. ആവശ്യമില്ലാത്ത പണികൾ ചെയ്യിക്കരുതെന്നും ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ ആളുകളെ കൂട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ മടിക്കില്ല എന്നുമാണ് മണിയാശാന്റെ ഭീഷണി. പേടിച്ചല്ലോ അല്ലേ? ഖദറിട്ടത് കൊണ്ട് സംസ്കാരവും മര്യാദയും ഉണ്ടാവില്ല മനുഷ്യ. ഇതിന് ഏറ്റവും വലിയ, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ് MM മണി എന്ന മുൻ മന്ത്രി. പക്ഷേ മുൻ മന്ത്രി എന്ന ബലത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണോ ഇറങ്ങുന്നത്? തിരികെ ചെല്ലാൻ ആളുണ്ടാകില്ല എന്ന തരത്തിലൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ കൈയടിക്കാൻ നിൽക്കുന്ന അണികളുടെയൊക്കെ തലയ്ക്കകത്ത് എന്താണ് എന്ന് ചോദിക്കാതെ വയ്യ. രാഷ്ട്രീയപരമായി നേതാക്കൾക്കിടയിലും പാർട്ടികൾക്കിടയിലും അണികൾക്കിടയിലുമൊക്കെ എതിർപ്പുകൾ സ്വാഭാവികമാണ്. ഓരോ സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിന് പല സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റിയും പല ഫയലുകളെ പറ്റിയും ഓഫീസുകളെ പറ്റിയും ആരോപണങ്ങളും അതൃപ്തിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ നിയമമനുസരിച്ച് നേരിട്ട് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇല്ലാതെ ഗുണ്ടകളെപ്പോലെ വെല്ലുവിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമൊന്നും പുതുമയായിരിക്കില്ല. അങ്ങനെ ഒരു ഈച്ച പോലും അറിയാതെ കൊന്നുതള്ളിയ ഒരുപാട് മനുഷ്യരുണ്ടാകും ഇടതുപക്ഷത്തിന്റെ കണക്ക് പുസ്തകത്തിൽ. മനസാക്ഷിയില്ലാതെ ജയിക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊന്നുതല്ലാൻ മടിയില്ലാത്ത, ചെങ്കൊടി പിടിച്ച ചോര കണ്ട അറപ്പു തീർന്ന നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ നെറികേടിന് ഇനി കേരള ചരിത്രം മാപ്പു തരില്ല. പരസ്യമായി ഭീഷണി മുഴക്കിയ മണിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ ഈ പിണറായി വിജയന്? എങ്ങനെ ഉണ്ടാകുമല്ലേ?
അതിലും വലിയ കള്ളത്തരം ചെയ്തു കൂട്ടി എപ്പോൾ പിടിവീഴുമെന്നോർത്തിരിക്കുന്ന, മോളെ പോലീസ് വിലങ്ങണിച്ചു കൊണ്ട് പോകുന്ന കാര്യം ഓർത്തിട്ട് ഉറക്കം വരാത്ത പിണറായി വിജയൻ എങ്ങനെ അതിനുള്ള ചങ്കൂറ്റമുണ്ടാകും? പിണറായി വിജയന്റെ നെറുകേടിന് പോലും നാവുയർത്തി ശബ്ദിക്കാൻ അറിയാതെ കുടപിടിച്ചു നടക്കുന്ന വിപ്ലവകാരികൾ മണിക്കെതിരെ ഒരക്ഷരം എങ്ങനെ പറയും? മണി എന്നൊരു വാക്ക് മിണ്ടിയാൽ മണി പിണറായിയുടെ വിഴുപ്പ് മുഴുവൻ വാരി പുറത്തിട്ട് അലക്കാൻ തുടങ്ങുമെന്നറിയാവുന്ന ഒറ്റ ഒരുത്തനും കൊന്നാലും മിണ്ടില്ല. വലിയ പ്രസ്ഥാനമാണ് പോലും. തിന്മയ്ക്കും മുതലാളിത്ത വർഗത്തിനും അനീതിക്കുമെതിരെ പൊരുതുന്ന വിപ്ലവകാരികളുടെ പ്രസ്ഥാനം എന്നാണ് വൈപ്പ്. പക്ഷെ സ്വന്തം നേതാക്കന്മാർ ഇമാതിരി ശുദ്ധ തോന്നിവാസം പറയുമ്പോഴും നാവിറങ്ങിപ്പോകും എല്ലാറ്റിനും. കൊല്ലാൻ താനാരോടോ ഉവേ, കശാപ്പുകാരനോ അതോ കാലന്റെ വകയിലെ അളിയനോ? നിയമം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ പരസ്യമായി വെല്ലുവിളിക്കുകയോ ഭീഷണിയുടെ സ്വരം കലർന്ന ഭാഷയിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിനും അഭികാമ്യമല്ല. കാടും നാടുമൊക്കെ സംരക്ഷിക്കാനുള്ള നിയമ നടപടികൾക്കെതിരെ രാഷ്ട്രീയ വികാരം ആളിക്കത്തിക്കുന്നതിനേക്കാൾ നിയമപരമായ വഴികളിലൂടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. അധികാരം എന്നത് നിയമത്തിന് മുകളിലാണെന്ന സന്ദേശം ഒരിക്കലും സമൂഹത്തിന് നൽകാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ MM മണിയുടെ പേര് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞത് ഇത്തരം നെറുകെട്ട വിവാദ പ്രസ്താവനകൾ കൊണ്ടാണ്. എതിരാളികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതും രാഷ്ട്രീയമായ വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയതും പലതവണ പൊതുചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ തുടർന്ന് ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളും നിയമപരമായ ചർച്ചകളും ഉണ്ടായ സംഭവങ്ങളും കേരളം കണ്ടിട്ടുണ്ട്. വിമർശനങ്ങൾ നേരിട്ട ശേഷവും അതേ രീതിയിലുള്ള ഭാഷ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അത് വ്യക്തിപരമായ ശൈലി മാത്രമല്ല, രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യമായി കൂടി മാറുകയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് പരിസ്ഥിതി സംരക്ഷണമാണ്. ഉരുൾപൊട്ടലുകളും അതിശക്തമായ മഴയും വനനശീകരണവും മനുഷ്യ വന്യജീവി സംഘർഷവും ഓരോ വർഷവും കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വനഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ശാസ്ത്രീയമായും നിയമപരമായും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രസംഗങ്ങളോ വികാര പ്രകടനങ്ങളോ അതിന് പകരമാവില്ല. ഒരു നേതാവിന്റെ മഹത്വം അനുയായികളുടെ കയ്യടികളിലല്ല അളക്കപ്പെടുന്നത്, ഭരണഘടനയോടുള്ള ബഹുമാനത്തിൽ കൂടിയാണ്. ജനങ്ങളെ നയിക്കേണ്ടവർ നിയമത്തെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് ജനാധിപത്യം ശക്തമാകുന്നത്. മറിച്ച് നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും ഭരണ സംവിധാനത്തെ രാഷ്ട്രീയ ശക്തിയുടെ മുന്നിൽ ദുർബലമാക്കുന്ന സന്ദേശം നൽകുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, പ്രതിഷേധങ്ങളുണ്ടാകാം, നിയമ പോരാട്ടങ്ങൾ നടക്കാം. പക്ഷെ അതിൻ്റെ അതിരുകൾ ഭരണഘടനയും നിയമവാഴ്ചയും തന്നെയായിരിക്കണം. ഇനി മണി എത്ര തുള്ളിയാലും മുൻപ് പറഞ്ഞതേ ഉള്ളൂ, ഒരിക്കൽ കൂടി പറയാം, ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ മണിയെ.